ഓരോ വീട്ടിലെയും സാഹചര്യം ഇതാണ്. എല്ലായിടത്തും ഒരുപാട് പ്രതീക്ഷകളോടെ വിദേശത്തേക്ക് പോയ ആളുകൾ ആ അത്താണി നഷ്ടപ്പെട്ട വേദനയിലാണ് ആ മനുഷ്യരെല്ലാവരും. അമ്മ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തിന് സമീപം ഒരു വീട് പണിയുക എന്ന മോഹം ബാക്കി വെച്ചാണ് വർക്കല ഇടവ സ്വദേശി ശ്രീജേഷ് പോയത്. ഇപ്പോൾ ചേതനയേറ്റ് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് ശ്രീജേഷ്. 3 വർഷം മുൻപ് തറ കെട്ടി. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പലതവണ നാട്ടിൽ വന്നതുകൊണ്ട് വീട് നിർമ്മാണം ശ്രീജേഷിന് പൂർത്തിയാക്കാനായില്ല. വീട് പൂർത്തിയാക്കാൻ കെട്ടിയ ആ തറയ്ക്ക് മുകളിലേക്ക് ശ്രീജേഷിൻ്റെ ചേതനയേറ്റ ശരീരം എത്താൻ പോകുന്നു എന്നുള്ള വിഷമിപ്പിക്കുന്ന കാഴ്ചയാണ് വർക്കലയിൽ നിന്ന് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ടി വി പ്രസാദ് അവിടെയുണ്ട്. ടി വി പ്രസാദ്, കട്ടിളയൊക്കെ വെച്ച് ഒരു വീടായി ഉയരേണ്ട ഇടത്ത് അടിത്തറയിൽ ശ്രീജേഷ് ചേതനയേറ്റ് വന്ന് കിടക്കാൻ പോവുകയാണ് അല്പം സമയത്തിനകം. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു ആഘാതത്തിൽ ആ കുടുംബം ആയി കാണുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സംസ്കാര ചടങ്ങുകളൊക്കെ എങ്ങനെയാണ് പ്രസാദ്? സുജിയ പറഞ്ഞത് തന്നെയാണ്. അതായത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കുവൈത്തിലേക്ക് പോയത്. സുജിയ ഇക്കഴിഞ്ഞ 6-ാം തീയതി, ഒരുപാട് ദിവസമൊന്നുമായില്ല, ഒരാഴ്ച പൂർത്തിയാവുന്നതിന് മുമ്പാണ് തീനാളം ശ്രീജേഷിനെയും വിഴുങ്ങിയത്. ഒരാഴ്ച മുമ്പ്, അതായത് ജൂൺ 6-ാം തീയതി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് തന്നെയാണ് പുറപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് മൃതദേഹം എത്തുന്നതിൻ്റെ ഇടയിൽ ഒരു 10 ദിവസം പോലും ഗ്യാപ്പില്ല എന്നുള്ളതാണ്. എനിക്ക് പിറകിൽ കാണുന്നത് ഒരു 3 വർഷം മുമ്പ് ശ്രീജേഷ് കെട്ടിയിട്ട ഒരു വീടിൻ്റെ തറയാണ്. ഈ തറ ഇപ്പോൾ തയ്യാറാക്കുന്നത് ശ്രീജേഷിൻ്റെ പൊതുദർശനത്തിന് വേണ്ടിയാണ്. ഇവിടെ ഈ ജോലി ചെയ്യുന്നവരിടുന്ന പന്തൽ ശ്രീജേഷിന് മൃതദേഹം പൊതുദർശനത്തിന് വെച്ച് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കുന്നത്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു ശ്രീജേഷ്. നേരത്തെ ദുബായിലും സൗദിയിലുമെല്ലാം ജോലി ചെയ്തു. പുതിയ പ്രതീക്ഷയോടെ കുവൈത്തിലേക്ക് പോയതായിരുന്നു. ആരോഗ്യപരമായി വലിയ ബുദ്ധിമുട്ടായിരുന്നു ശ്രീജേഷിന്. അതിൻ്റെ ചികിത്സയും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് ജൂൺ 6-ാം തീയതിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങിയത്. തൊട്ടടുത്ത് സഹോദരിയുടെ വീട്ടിലേക്കാണ് മൃതദേഹം ആദ്യം എത്തിക്കുക. ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ അപ്പുറമാണ്. അവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെ ശ്രീജേഷ് കെട്ടിപ്പൊക്കാൻ ഉദ്ദേശിച്ച വീട്ടിൻ്റെ തറയുടെ മുകളിൽ ശ്രീജേഷിൻ്റെ ചേതനേറ്റ ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. ഇതിൻ്റെ തൊട്ടപ്പുറമാണ് 10 വർഷം മുമ്പ് മരിച്ച ശ്രീജേഷിൻ്റെ അമ്മയുടെ ശവകുടീരമുള്ളത്. അതിനോട് ചേർന്നാണ് ശ്രീജേഷും അന്ത്യവിശ്രമം കൊള്ളുക. ശ്രീജേഷിൻ്റെ അമ്മാവൻ ശശിധരക്കുറുപ്പ് നമ്മോടൊപ്പം ചേരുകയാണ്. എപ്പോഴാണ് തിരിച്ചു പോയത്? വന്നിട്ട് അസുഖമൊക്കെ ആയിരുന്നു അല്ലേ? എന്തായിരുന്നു ബുദ്ധിമുട്ട്? ഉള്ള അസുഖങ്ങളില്ലായിരുന്നു. 6-ാം തീയതിയാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് കുവൈറ്റിന്. നേരത്തെ എവിടെയായിരുന്നു? ദുബായിലായിരുന്നു ആദ്യം. 5 വർഷം അവിടെ ജോലി ചെയ്ത് അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് 2 പ്രാവശ്യം നാട്ടിൽ വന്ന് പിന്നെയാണ് ഈ വീട്ടിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടത്. അമ്മയെ കൂടാതെ സഹോദരി അല്ലേ? അമ്മ എത്രയായി ഇപ്പോൾ മരിച്ചിട്ട്? എത്രയായി? 10 വർഷം. സഹോദരിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം. അതിൽ കുട്ടികളൊന്നുമില്ല. അവർ ഗൾഫിലാണ്, ദുബായിലാണ് താമസം. അമ്മാവനായിരുന്നു അല്ലേ പഠിപ്പിച്ചതും കാര്യങ്ങളും? അല്ല, പ്രതീക്ഷയുള്ള ചെറുപ്പക്കാരനായിരുന്നു അല്ലേ? ഒരുപാട് തന്നെ. എന്ന് കെട്ടി പൂർത്തിയാക്കാനായിരുന്നു അവൻ്റെ മനസ്സിൽ സാമ്പത്തിക അത് വേറെ ജോലി ചെയ്ത് പൈസ വേണം, പിന്നെ വിവാഹം കഴിക്കണം, ഇതെല്ലാം മനസ്സിൽ ഓരോ പ്ലാനിങ് ആയിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അമ്മ മരിച്ച് 10 വർഷത്തിന് ശേഷം ഒരുപക്ഷെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ താങ്കളാണ്. തന്നെ എല്ലാവരെയും നോക്കിയാൽ ഞാൻ തന്നെ. ഇപ്പോൾ അവൻ പ്രതീക്ഷയോടെ വീട് കെട്ടിയ തറയുടെ മുകളിൽ അവൻ്റെ മൃതശരീരം വരുമ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ആഗ്രഹം ആ സ്ഥലത്ത് തന്നെ കൊണ്ടടക്കുക എന്നുള്ളതാണ്. അമ്മയുടെ തൊട്ടടുത്ത് അമ്മയുണ്ട്, അപ്പൂപ്പനുണ്ട്. കൂടുതലില്ല സുജയ ഇവർക്കും പറയാൻ. ഒരുപാട് പ്രതീക്ഷയോടെയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ കുവൈത്തിലേക്ക് പോയി വന്നിരുന്നുവെങ്കിൽ ഇവിടെ ഇതിനു മുകളിൽ ഒരു വീടുണ്ടാകുമായിരുന്നു. ശ്രീജേഷിന് നന്നായിട്ട് ഇവിടെ താമസിക്കാൻ പറ്റുമായിരുന്നു. അമ്മയുടെ ശവകുടീരത്തിന് അരികിൽ വെച്ച ഒരു വീട്ടിൽ. വൈകിട്ടോടുകൂടി മൃതദേഹം ഇവിടെ എത്തും. സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ച് ചടങ്ങുകൾക്ക് ശേഷം ഇവിടെ പൊതുദർശനം, ഇവിടെ നിന്ന് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും.
ടി വി പ്രസാദാണ് വർക്കലയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.